ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണിക്കൊള്ളുന്ന അവസ്ഥയാണ് ഒരു ഏജന്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. വെൽക്കം ടു SIP. നിങ്ങളൊരു പ്രൊഫഷണൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സർവീസ് എടുക്കാതിരുന്നാൽ നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നോക്കാം. ഈ കണ്ണാടി ഇങ്ങനെ എടുക്കുന്ന ലാഘവത്തോടെ നമുക്കൊരു പ്രോപ്പർട്ടി ഡീൽ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ കണ്ണാടി ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ണിക്കൊള്ളുന്ന അവസ്ഥയാണ് ഒരു ഏജന്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു ഏജന്റിന് കുറച്ച് ക്യാഷ് കൊടുക്കണം, അല്ലെ അവൻ്റെ സർവീസിൻ്റെ പൈസ കൊടുക്കണം എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങളൊരു ഏജന്റിനെ ഒഴിവാക്കി ആദ്യമേ ചെയ്യുന്ന മിസ്റ്റേക്ക്, നിങ്ങൾ എന്താണോ ആ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി ഒരു ധാരണയും കൂടാതെ നിങ്ങളൊരു സെല്ലറുടെ അടുത്ത് എത്തിപ്പെടുകയും ആ സെല്ലർ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തരും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹോമാണോ, അതല്ല എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണോ, അതല്ല ഗോഡൗൺ പർപ്പസ് ആണോ, അതല്ല ഫാം ഹൗസ് ആണോ, ഇങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഒരു പ്രൊഫഷണൽ ഏജന്റിനോട് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അതിന് പറ്റിയ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കണ്ടെത്തി തരിക എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങൾ കുറുക്കുവഴി തേടിപ്പോയാൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പ്രോപ്പർട്ടി വില കുറച്ച് കിട്ടുകയും അതൊരു ചരിഞ്ഞ പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് സൈഡ് വാൾ കിട്ടുന്നതിനും എർത്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ക്യാഷ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നിലം നികത്തിയ പ്രോപ്പർട്ടി വല്ലതുമാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരുപാട് നൂലാമാലകൾ നേരിടേണ്ടി വരും അതിൻ്റെ രജിസ്ട്രേഷനും മറ്റ് പ്രോസസ്സിനും പോകുമ്പോൾ. സോ നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീലിങ്ങിന് പോകുമ്പോൾ ആ ഭൂപ്രകൃതിയെപ്പറ്റിയും പേപ്പർ വർക്ക്സിനെ പറ്റിയും നല്ല ബോധ്യമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നിങ്ങളുടെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാക്കാൻ സാധിക്കുകയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ യാതൊരു വിധത്തിലും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇതെനിക്കൊരു കണ്ടന്റിന് വേണ്ടിയുള്ള കാര്യമല്ല, എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി അവൻ എന്നോട് റീസെൻ്റ്ലി പറഞ്ഞൊരു സ്റ്റോറിയാണ് ഞാൻ ഈ കണ്ടന്റായിട്ട് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുമ്പോൾ ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ ബി എ വൈസ് ഇൻവെസ്റ്റർ. Anish Tulasider, stay tuned.